എല്ലാവർക്കും നമസ്കാരം. ഞാവൽപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ എന്ന് പറഞ്ഞ പോലെയായി ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിച്ചപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ഭൂരിപക്ഷത്തോടെ ഇതിന്റെ മുമ്പ് കോൺഗ്രസ് ജയിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും സീറ്റ് കിട്ടുന്നത് ഇപ്പോഴാണ്. കോൺഗ്രസിന് 63 സീറ്റും UDFന് 102 സീറ്റും. പക്ഷെ ഇതേവരെ അവർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ഇലക്ഷന്റെ മുമ്പ് ഏതോ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞ കേട്ടു, ഞങ്ങള് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു. ഇതിപ്പോ മണിക്കൂറുകളും കഴിഞ്ഞു, ദിവസങ്ങളും കഴിഞ്ഞു, ഇതേ ആഴ്ചയാവാൻ പോകുന്നു. എന്നിട്ടും ഇതേവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് ഗംഭീര ചർച്ചയാണ്. AICC എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ആ ചർച്ചയുടെ ഇടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടല്ലോ. എന്നിട്ട് പറയും KCക്ക് ഇത്ര MLA-മാരുടെ പിന്തുണ, RCക്ക് ഇത്ര MLA-മാരുടെ പിന്തുണ, VDക്ക് ഇത്ര MLA-മാരുടെ പിന്തുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഗംഭീര ചർച്ച നടത്തുന്നത്. ഇവർ പറയുന്ന MLA-മാരുടെയൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആകെ കേരളത്തിൽ 140 MLA-മാരേ ഉള്ളൂ. അതിൽ കോൺഗ്രസിൽ 63, UDFന് 102. പക്ഷെ ഇവരുടെ MLA-മാരുടെയൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് 200ന്റെ മുകളിൽ പോണ്ട്. ഇനി ബീഹാറിലെയോ മധ്യപ്രദേശിലെ UPയിലെയൊക്കെ MLA-മാരുടെ പിന്തുണയും കൂടി വെച്ച് നോക്കിയിട്ടാണ് ഇവർ പറയണേന്നറിയില്ല. എന്നാലും ശരി, അവിടെയൊന്നും കോൺഗ്രസിന് ഇത്ര MLA-മാരും ഇല്ല. അപ്പം പിന്നെ അതും ആവില്ല. പിന്നെ എന്ത് കണക്ക് വെച്ചോണ്ടാണ് ഇവർ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇത്ര MLA-മാരുടെ പിന്തുണ ഓരോ നേതാക്കന്മാർക്ക് ഉണ്ടെന്ന് പറയണത് അറിയാൻ കഴിയണില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു അരമന രഹസ്യം പുറത്തു വന്നിരിക്കുന്നത്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള വാശി വേണ്ടാന്ന് വെച്ചു എന്ന് അറിയാൻ കഴിഞ്ഞ. കാരണം അധികം MLA-മാരുടെ പിന്തുണയൊന്നുമില്ല രമേശ് ചെന്നിത്തലയ്ക്ക്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം പറയാം, VD സതീശനോട് രാഷ്ട്രീയപരമായിട്ട് വിരോധമുണ്ടെങ്കിലും ശരി, ഈ കോൺഗ്രസിന്റെ ഈ 63 സീറ്റ് കിട്ടിയുള്ള വിജയത്തിന് ക്യാപ്റ്റൻ VD സതീശൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വർക്ക് തന്നെയാണ് ഇത്രയും സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. UDFന് 100ൽ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നവരോ പ്രഖ്യാപിച്ച നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് UDFല് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവാനായിട്ട് എന്തുകൊണ്ടും യോഗ്യൻ ഇപ്രാവശ്യം VD സതീശനാണ്. രാഷ്ട്രീയപരമായിട്ടൊക്കെ വിരോധം ഉണ്ടായിരിക്കുക എനിക്കുണ്ട്, എന്നാലും ഇതാണ് VD സതീശനാണ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യൻ. ഇതിപ്പോ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച രീതിയായിരിക്കുന്നു മാത്രം. പിന്നെ KCയെ മുഖ്യമന്ത്രി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില MP-മാർക്കൊക്കെ ഇവിടെ മത്സരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു MP ഡൽഹിയിലേക്ക് പോയി 3-4 ദിവസം അവിടെ കിടന്ന് ഇവിടെ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇതൊക്കെ എടുത്തു. ഇല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിടുന്നവരെ പറഞ്ഞതായിട്ടൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. നേരോ നോണയെന്ന് അറിയില്ല, പാർട്ടി വിടുന്നൊക്കെ പറഞ്ഞൊന്നും നേരോ നോണയെന്ന് അറിയില്ല. എന്നാലും അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞ. ലാസ്റ്റ് ഹൈക്കമാൻഡ് വടിയെടുത്തു, ഒരു MP-മാരും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ നേതാവ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെയാണ് ഒരു MP-മാരും കോൺഗ്രസിന്റെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്. ആ ഹൈക്കമാൻഡിന്റെ നിയമം ഇലക്ഷൻ കഴിഞ്ഞാലും നിലനിൽക്കില്ലേ? KC വേണുഗോപാലും MP അല്ലേ? അപ്പം പിന്നെ KC ഗോപാൽ എങ്ങനെ മുഖ്യമന്ത്രിയാവും? ഇനി KC മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും കേരളത്തിൽ. ഒന്നാമത് KC MP ആണ്. അപ്പോൾ ആ MP സ്ഥാനം രാജിവെക്കണം. എന്നിട്ട് പകരം കോൺഗ്രസിന്റെ വേറെ ഏതെങ്കിലും MLA-മാരെ രാജിവെപ്പിച്ച് അവിടെ KC മത്സരിച്ച് ജയിച്ചിട്ട് വേണം കേരള നിയമസഭയിൽ എത്താനായിട്ട്. അപ്പൊ അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് വരും. ഈ ഉപതെരഞ്ഞെടുപ്പിന് വരുന്ന ചെലവ് കോൺഗ്രസിന്റെ ഫണ്ടിൽ നിന്നല്ല വരിക, KPCCയുടെ ഫണ്ടിൽ നിന്നല്ല പോവുക, AICCയുടെ ഫണ്ടിൽ നിന്നല്ല പോവുക, UDFന്റെ ഫണ്ടിൽ നിന്നും അല്ല പോവുക. പോണത് സാധാരണക്കാരുടെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് പോവുക. KCക്ക് മുഖ്യമന്ത്രി ആവാനായിട്ട് ഇവിടത്തെ സാധാരണക്കാരുടെ നികുതി പണം എടുത്തിട്ട് വീണ്ടും കളിക്കണമല്ലോ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിയിട്ട്. പിന്നെ ഈ AICCന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഗംഭീര ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ വെറുതെയാ. ലാസ്റ്റ് അവസാനം പാണക്കാട്ടിൽ നിന്ന് വിളിച്ചു പറയും, ഇന്ന ആളെ മുഖ്യമന്ത്രി ആക്കിയാൽ മതി എന്ന് പറയും. അത് തന്നെ നടക്കുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. എല്ലാവർക്കും നമസ്കാരം.